ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയൊരു കട്ടൻ കാപ്പി കുടിച്ചോണ്ടോ കേട്ടോ. അപ്പം ഞാൻ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ പുറകിലൊരാൾ വന്ന് നിൽക്കും. നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ കുഞ്ഞിപ്പൂഴും അന്നേരം എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അന്നേരം തന്നെ നമ്മുടെ അമ്മ നേരത്തെ തന്നെ പറമ്പിലേക്ക് പണിക്കിറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഹലോ. ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ നമ്മളെല്ലാവരും താമസിച്ചല്ലേ കേൾക്കത്തുള്ളൂ. ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വന്നപ്പം 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ രാവിലത്തേനുള്ള കഞ്ഞിക്കുള്ള അമ്മ എല്ലാവരും താമസിച്ചോട്ടെ ഇവിടെ എഴുന്നേക്കുന്നത്. നോർമലി ഇവിടെ എല്ലാവരും താമസിച്ച് തന്നെ എഴുന്നേക്കുന്നത്. അപ്പോൾ കഞ്ഞിയൊക്കെ ഒന്ന് കഴുകി അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. നമ്മളിന്ന് നേരത്തെ എല്ലാവരും പോകുന്ന സമയത്ത് നമ്മളെല്ലാം നേരത്തെ ചെയ്തു വെക്കുമായിരുന്നേ. നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. എല്ലാവർക്കും പോകണമല്ലോ. അപ്പം ഇതിപ്പം നമ്മൾ ആവശ്യമില്ലല്ലോ. രാവിലെ തന്നെ അമ്മ ബിസി ആയതുകൊണ്ട് ഈ യുദ്ധക്കൾ ഇന്ന് എനിക്കുള്ളതാട്ടോ. അപ്പോൾ അത് രാവിലെ കഞ്ഞി വെക്കണം, ദോശ ഉണ്ടാക്കണം, ചായ വെക്കണം, ചമ്മന്തി അരയ്ക്കണം, അങ്ങനെ പണികൾ ഒരുപാടുണ്ട്. അപ്പം ഞാൻ പോയി നേരെ അരി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ പൊതുവേ കഞ്ഞിയൊക്കെ വെക്കുന്ന അടുപ്പയിലാണ്. വെള്ളം തിളച്ചു ഞാൻ അങ്ങോട്ട് അരി ഇടുക കേട്ടോ. അപ്പോൾ അത് എൻ്റെ യാതോട്ടൻ പല്ലൊക്കെ തേച്ചിട്ട് പുറകെ വന്ന് ഇപ്പം മുഖം കഴുകിക്കഴിഞ്ഞ് ചെറുക്കൻ ഇങ്ങ് ഓടി വരും കേട്ടോ. എന്തിനാ നമ്മുടെ ഉടുപ്പയിലും മുഖം തൂക്കാൻ വേണ്ടിയിട്ട്. അവനോട് പറഞ്ഞാൽ അവൻ മാറത്തുമില്ല കേട്ടോ. ഇവൻ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ, അത് ഞങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ ചക്കി, ഞങ്ങളുടെ ആരുടെയും ഡ്രസ്സിൽ ഇവൻ മുഖം തൂക്കത്തുള്ളൂ കേട്ടോ. അത് അവൻ്റെ ഒരു ശീലമാണ്, മാറ്റത്തില്ലാത്തൊരു ശീലം. ഇന്നലെ അമ്മൂമ്മയും കൊച്ചുമോനും കൂടെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം 2 ബലൂൺ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ആ ബലൂണിനകത്ത് വെള്ളം നിറച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ട് നടക്കുന്നതാണ് ഇന്നത്തെ ഇവൻ്റെ പരിപാടി. പണ്ടൊക്കെ ചെറുക്കൻ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഇങ്ങനെ നിന്ന് തരത്തില്ലായിരുന്നു. ഇപ്പം പതുക്കെ വീഡിയോ എടുത്തേക്ക് അവൻ്റെ നാണം വയ്ക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫോൺ എടുക്കുമ്പോൾ ആദ്യം വന്ന് നിൽക്കുന്ന ഒരാൾ എൻ്റെ യാതോട്ടനാണ്. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷം കേട്ടോ. എനിക്ക് ഓഫുള്ള ദിവസം അവന് സന്തോഷമാണ്. 1 അവന് ട്യൂഷന് പോകേണ്ട, 2 അവനെ എവിടെയെങ്കിലും കറക്കാൻ കൊണ്ടുപോകും, 3 ഇങ്ങനെ ഒട്ടിപ്പോയിട്ട് നടക്കും. ഞങ്ങളുടെ ഭാഷ പറഞ്ഞ ഒട്ടിപ്പോ, അതായത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറ്റിച്ചേർന്ന് ഇങ്ങനെ നടക്കും കേട്ടോ അവൻ. എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ യാതൊട്ടിനപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ കഞ്ഞി തിളച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ദോശ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ദോശ പുളിച്ചോന്നും പൊങ്ങി വന്നോന്നും ഒക്കെ ഉള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് ദോശ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം, ഇങ്ങനെ ദോശമാവ് എടുത്തിട്ട് അരച്ചിട്ട് ഇങ്ങനെ പുളിച്ചിങ്ങനെ പൊങ്ങി വരുമ്പോൾ നല്ല സോഫ്റ്റ് ദോശ തിന്നുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഞാൻ അമ്മയോട് വിട്ടിരുന്നുള്ളൂ, ഇന്ന് അരച്ച മാവ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടമ്മേ എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് തേങ്ങ പൊട്ടിക്കൽ കർമ്മത്തിലേക്കാട്ടോ. എനിക്ക് തേങ്ങ പൊട്ടിക്കുന്ന ഭയങ്കര കലിയുള്ള കാര്യമാണ്. ഒന്നാമത് വാക്കത്തി ഭയങ്കര വലുതും, പിന്നെ രണ്ടാമത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് വശമില്ല ഈ തേങ്ങ അങ്ങ് പൊട്ടിച്ചെടുക്കാൻ. അപ്പം എന്തായാലും തേങ്ങ പൊട്ടിച്ച് കഴിയുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, തേങ്ങാവെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ അതാദ്യം ചെയ്തു. ഒരു കപ്പെടുത്ത് തേങ്ങാവെള്ളം മുഴുവൻ അതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ചിന്തിക്കും വലിയ കപ്പിന് നിറച്ചും തേങ്ങാവെള്ളം ഇല്ല, മൂട്ടിപ്പെട്ടാൻ കുറച്ച് തേങ്ങാവെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ യാതൊട്ടിന് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേനും അവൻ പറഞ്ഞു അവന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അതെടുത്തങ്ങ് കുടിച്ചു കേട്ടോ, കാരണം വെറുതെ കളയണ്ടല്ലോ. വെള്ളം കുടിച്ചിട്ട് കപ്പൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഇനി എടുത്ത് തേങ്ങ ചിരണ്ടുന്ന പ്രക്രിയയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് ചിരണ്ടുന്ന ചിരവ ഒടിഞ്ഞു പോയത് കൊണ്ട് ഇരുന്ന് വേണം തേങ്ങ ചിരണ്ട. അമ്മയാ തേങ്ങ ചിരണ്ടാനിരിക്കുന്നെങ്കിൽ ചടപടയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ് പോയനെ കേട്ടോ. ഇത് ഞാനായതിൻ്റെ ഇരുന്ന് പിറക്കി പതുക്കെയാണ് ചെയ്തത്. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ ചമ്മന്തി ആയിരിക്കോട്ടെ. ഞാൻ എന്തോ വലിയ കാര്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പാണ്. അത് എന്ത് കാര്യമാണെന്ന് ഇപ്പം ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നുമില്ല. അതെന്തോ ആവട്ടെ. ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുടണം, ചായ വെക്കണം, ഡാഡിക്കൂളിന് കൊണ്ടു കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പം ഞാനിത് പതുക്കെ ചെയ്യട്ടെ. ഇടയ്ക്ക് എൻ്റെ യാതൂട്ടൻ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. വിശക്കുന്നുണ്ട് ആയോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ആക്കുവാനേ. അപ്പോൾ ചായയായി, ദോശ ചുട്ടുകൊണ്ടിരിക്കുവാണ്. ഇനി അപ്പുറത്തെ അടുപ്പ് നമ്മുടെ ചമ്മന്തി ഇരിപ്പുണ്ട് കേട്ടോ. അടിപൊളി ചമ്മന്തിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. നമ്മൾ ചായയൊക്കെ എടുത്ത് ഒരു ഫ്ലാസ്കിലാക്കുന്നുണ്ട് അച്ഛന് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയി. ഇനിയിപ്പോൾ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരണമെങ്കിൽ സന്ധ്യയാവും. അപ്പോൾ ഭക്ഷണമെല്ലാം നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അച്ഛനുള്ള സാധനം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി അച്ഛന് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം പെട്ടെന്ന് അച്ഛന് കൊണ്ട് കൊടുത്തിട്ട് ഓടി വന്നേ. എന്നിട്ട് ദോശ എടുത്ത് ചായ എടുത്തൊക്കെ വന്നിരുന്നു. നമ്മുടെ ചക്കി അന്നേരം എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചക്കിക്ക് മുഖം ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നത്. ഇന്ന് തൊട്ട് ചക്കിക്ക് നൈറ്റാണ്. അവൾക്ക് നൈറ്റിന് പോകാൻ ഒട്ടും ഇഷ്ടമില്ല. പണ്ട് നൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്കും ഇങ്ങനെയായിരുന്നു, നൈറ്റിന് പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. യാതോട്ടന് ഇന്ന് തന്നെയാണ് കഴിക്കുന്നത്. അവൻ സ്കൂളിൽ പോകാത്ത ദിവസം മാത്രമേ തന്നെ കഴിക്കാറുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ അമ്മ വാരി കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നമുക്കടുത്ത പണിയിലേക്ക്. അമ്മ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയായിരുന്നേ. അപ്പം ഞാനും ചക്കിയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളും പതുക്കെ അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ജെമിനി ചേച്ചിക്ക് നമ്മുടെ ഈ മിറ്റത്തിൻ്റെ ഫോട്ടോ അങ്ങ് അയച്ചു കൊടുത്തപ്പോൾ ചേച്ചി ഒരു ഫോട്ടോ തന്നു. എൻ്റെ പൊന്നുമക്കളെ സൂപ്പറായിരുന്നു. നമ്മുടെ ജെമിനി ചേച്ചി പറഞ്ഞു നമ്മളോട് മിറ്റ് ഇങ്ങനെ വൃത്തിയാക്കാം. അപ്പം നമ്മളിത് അതുപോലെ തന്നെ മിറ്റമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇനി കുറച്ച് ചെടികളൊക്കെ കൂടി വെക്കായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇനി എന്തായാലും വഴിയെ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഭംഗിയാക്കണം. അപ്പോൾ ഇത് എന്നാ പറയുന്നത്, ഒത്തിരി സന്തോഷമുണ്ട് ഇത് കണ്ടപ്പോഴത്തേനും. കാരണം എന്നാന്ന് പറയുക, നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ നിരാശയായിട്ടുണ്ട്. ഇനിയിപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ സൺഡേ വ്ലോഗ് ഇതായിരുന്നു. മെയിനായിട്ട് മുറ്റം വൃത്തിയാക്കലായിരുന്നു. അത് കഴിഞ്ഞു ഗാർഡൻ വൃത്തിയാക്കുമായിരുന്നു. അത് കഴിഞ്ഞു. ഇനി പോയി കുളിച്ചിട്ട് മാമ ഉണ്ണണം. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ആന തിന്നാനുള്ള വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും മീൻകറിയും തോരനും അച്ചാറും പിന്നെ മുളക് ചമ്മന്തിയും മീൻകറി എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചങ്ങ് തിന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ ഭയങ്കര രുചിയായിരുന്നു. വിശന്നിരുന്ന് തിന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇവിടെ അമ്മ ഉണ്ടാക്കുന്നിടക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ചോറൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ യാദവിന് നമ്മൾ നേരത്തെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു ഡേ ഇൻ മൈ ലൈഫ് മുഴുവനൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്നാ പറയുന്നത്, നമ്മൾ ഇന്ന് സൺഡേ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോർമലി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണുമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ പുറത്ത് എവിടെയും പോയിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഇരുന്ന് വീടൊന്ന് വൃത്തിയാക്കുക, ക്ലീനിങ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചക്കീനെ കിടങ്ങൂര് കൊണ്ടുവിടണം. ചക്കിക്ക് ഇന്ന് നൈറ്റ് തുടങ്ങും. അപ്പോൾ ചക്കീനെ കൊണ്ടുവിടണം. ചക്കീനെ കൊണ്ടുവിട്ടിട്ട് ഒക്കെ വരുവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ.